ഹലോ കൂട്ടുകാരി, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അടുക്കളയിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിക്കുള്ളത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്കുള്ളത് അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറായിട്ട് വേണം ഉപ്പേരി ആക്കാൻ കേട്ടോ. അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ തുടക്കുകയാണ് കേട്ടോ. ഇന്നൊരു സ്ഥലം വരെ പോകണം. മീനങ്ങാടി ആണ് കേട്ടോ പോകുന്നത്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണെന്നല്ലേ, അണ്ടർ 11 ചെസ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. അവിടെ ഡിസ്ട്രിക്ട് ലെവൽ ചെസ് കോമ്പറ്റീഷനാണ്. ഇപ്പോൾ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾക്ക് കുറച്ച് ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, പഴംപൊരി, സുഖിയൻ. ചെസ് ടൂർണമെൻറ്റിന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചായയും കടിയും ഉണ്ടാവും കേട്ടോ. എപ്പോഴും ചായ കിട്ടുന്നതുകൊണ്ടേ ആ സ്ലോയിലങ്ങ് പറഞ്ഞു പോയതാട്ടോ. ചായയല്ല, ഇന്ന് വെള്ളമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. തക്കുവിന് ഈ പ്രാവശ്യം കളിയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 പോയിൻ്റ് അങ്ങനെയൊന്നും തോന്നുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഫസ്റ്റൊന്നും അല്ല കേട്ടോ, ലാസ്റ്റ് ഏകദേശം 8-9 സ്ഥാനമാണ്. പിന്നെ ആദ്യം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡിസ്ട്രിക്ട് ലെവലായതുകൊണ്ട് കളിക്കുന്ന കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നും കിട്ടാത്തതിൻ്റെ ഇതിൽ ഞങ്ങളിങ്ങനെ നടന്നു വരിക കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടനെ വിളിച്ചു കേട്ടോ. ഒരു വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ വിളിച്ചു. അപ്പോൾ ഏട്ടൻ മീനങ്ങാടി വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇതാ ചിക്കൂസ് കഴിച്ചു കേട്ടോ. നൈനുവിന് വേണ്ടാന്ന് പറഞ്ഞു. അവളെന്താ കഴിച്ചേ, എന്തോ ചായ ഒന്നും വേണ്ട, വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ വെള്ളമാണ് കുടിച്ചത്. ഞങ്ങളിതാ ജ്യൂസൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്. ചിക്കൂസൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും വിശപ്പൊക്കെ പോയി കേട്ടോ. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ കള്ള് മത്തം ലിപ്സ്റ്റിക് ഇട്ടല്ലേ? തക്കു ഇട്ടില്ല, ഞാൻ മാത്രം ഇട്ടല്ലോ. ഉണ്ടോ? വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ ലിഫ്റ്റ് ഇട്ട പോലെ തോന്നുന്നുണ്ടല്ലേ. ഞാൻ ഇട്ടൊന്നുമല്ല കേട്ടോ. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ലിഫ്റ്റ് കിട്ട പോലെ ഉണ്ട്. അതാണ് തക്കുടു എൻ്റെ വായ പൊത്തി പിടിച്ചത് കേട്ടോ. ഇപ്പം അവളുടെ ചുണ്ടിലും അതേപോലെ ലിഫ്റ്റ് കിട്ട പോലെ ഉണ്ട്. അപ്പോൾ അവൾക്ക് സമാധാനമായിട്ടോ. അതുവരെ എന്നോട് അടി ഉണ്ടാക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ചിക്കൂസ് കഴിച്ചപ്പോൾ പിന്നെ വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ 4 മണിയായപ്പം ഭയങ്കര വിശപ്പ്. അപ്പോൾ പിന്നെ ഞാനും മക്കളും കൂടി ചായയും പിന്നെ മിച്ചറൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, പിന്നെ അലക്കിയൊക്കെ ഇട്ടു. തക്കുവിന് പിന്നെ ലിഫ്റ്റ് ഇട്ടത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതാണ് അവളവിടെ ഫോണിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ കാവിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ മലര്, അവില് ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കും. ഭയങ്കര പൊടിയും പിന്നെ അതിൻ്റെ നെല്ലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് വൃത്തിയായി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കടലാസിലൊക്കെ ചെരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കുട് പറഞ്ഞു ഞാനും കൂടെ അമ്മയെന്ന് പറഞ്ഞ് തക്കുട് വരുന്നുണ്ട് കേട്ടോ. നൈനുവിന് പിന്നെ ആ പണിക്ക് ഒന്നും കിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഇത് കൂട് നോക്കണം. തക്കുടുവിനോട് നെല്ലൊക്കെ ഉണ്ടോ ശ്രദ്ധിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഓരോന്ന് എടുത്തിട്ട് എന്നോട് ചോദിക്കാമേ ഇതിൽ നെല്ലുണ്ടോ, ഇതിൽ ചെറിയൊരു കേടുണ്ട്, പിന്നെ അതിലൊരു കുഴിയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഓരോന്ന് എടുത്തോണ്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പൊയ്ക്കോ, ഞാൻ തന്നെ ചെയ്തോളാന്ന്. അങ്ങനെ അവിലും മലരൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കു ഒന്ന് അടിക്കുക, കാണിക്ക്. ഇങ്ങനെയാണ് അടിക്കേണ്ടത്. ഓ, ഇത്ര സ്പീഡ് വേണ്ട. മറന്നുപോയോ? എന്ത്? ഒന്നും കൂടി കാണിക്ക്. നീ അടിക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ തീരെ സമയമില്ല. അപ്പോൾ ഞാൻ നൈനോട് പറഞ്ഞു ഒന്ന് മുറ്റം അടിച്ചിട്, ഞാൻ ഇതൊന്ന് നന്നാക്കി ഇടട്ടെ എന്ന് കേട്ടോ.
അപ്പോൾ അടിക്കുന്നതിൻ്റെ ഗതികേടാണ്. പിന്നെ അവസാനം ഞാൻ തന്നെ അടിച്ച് വരേണ്ടി വന്നു. അപ്പോൾ നാളെ എന്തോ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടാളും ഇതാ മുല്ലപ്പൂവും പറിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. കൂടെ അമ്മയും ഉണ്ട് സഹായത്തിന്. പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് വാഴയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ഇന്ന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്ന് തുടച്ച് വെക്ക് കേട്ടോ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ടെന്ന് കേട്ടോ. അങ്ങനെ വാഴയിലൊക്കെ ഇതാ ഞാൻ തുടച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും 1-2 പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം കേട്ടോ കാവിൽ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വൈകുന്നേരം പോയി. പിന്നെ ഒരു 7-8 മണി വരെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് എല്ലാവരും പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുതേ.